തെരഞ്ഞെടുപ്പ് പ്രക്രിയ അല്ലെങ്കിൽ വോട്ടെടുപ്പ് നടപടികൾ തുടരുന്നതിനിടയിൽ എൻഡിഎക്ക് നാണക്കേടുണ്ടാക്കിയ ഒന്നായിരുന്നു ലൈംഗിക പീഡന കേസിൽ ജെഡിഎസ് എംപിയും അതോടൊപ്പം തന്നെ അസാനിലെ എൻഡിഎ സ്ഥാനാർത്ഥിയുമായി പ്രജ്വൽ രേവണ്ണ ഉൾപ്പെട്ടത്. പ്രജ്വൽ രേവണ്ണ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു. ജർമ്മനിയിൽ നിന്ന് ബാംഗ്ലൂരുവിൽ മടങ്ങിയെത്തിയ ഉടനെ ആണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പ്രജ്വൽ മടങ്ങിയെത്തിയ പശ്ചാത്തലത്തിൽ ഇനി അന്വേഷണ സംഘം മറ്റ് നടപടികളുമായി മുന്നോട്ട് പോകും. രാകേഷ് തന്നെയാണ് ചേരുന്നത്. രാകേഷ്, ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലേറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിവാദം ദിവസങ്ങളോളം വിദേശത്ത് ഒളിവിൽ എന്ന് തന്നെ നമുക്ക് സാങ്കേതികമായി പറയാം. അതിനുശേഷം തിരികെ എത്തുന്ന സാഹചര്യം, ബ്ലൂ കോർണർ നോട്ടീസ് ഉൾപ്പെടെ പുറപ്പെടുവിച്ച ഒരു പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണോ പ്രജ്വൽ തിരികെ എത്തിയത്? മറ്റ് നടപടികളിലേക്ക് പോകുന്നതിന് മുമ്പ് അക്കാര്യം. അഭിലാഷ്, 34 ദിവസത്തിന് ശേഷമാണ് പ്രജ്വൽ രേവണ്ണ തിരിച്ചെത്തുന്നത്. കാരണം കർണാടകയിൽ 2 ഘട്ടമായാണ് വോട്ടെടുപ്പ് ഉണ്ടായത്. 14 മണ്ഡലങ്ങളിൽ പ്രജ്വൽ പ്രതിനിധീകരിക്കുന്ന ഹാസൻ ഉൾപ്പെടെയുള്ള 14 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് കഴിഞ്ഞതിന് തൊട്ട് പിന്നാലെ 27-ാം തീയതിയാണ് പ്രജ്വൽ ജർമ്മനിയിലേക്ക് കടക്കുന്നത്. അന്ന് തന്നെ ഇത്തരം വീഡിയോ, അതായത് പ്രജ്വൽ പകർത്തിയ അശ്ലീല വീഡിയോ ദൃശ്യങ്ങളൊക്കെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങൾ പ്രചരിച്ചിരുന്നു. അങ്ങനെ കേസെടുക്കുന്നതിന് തൊട്ട് മുമ്പാണ് പ്രജ്വൽ രേവണ്ണ ഏതായാലും വിദേശത്തേക്ക് കടന്നത്. തുടർന്ന് പ്രജ്വൽ രേവണ്ണയെ തിരിച്ചെത്തിക്കാനുള്ള പല ശ്രമങ്ങളും ഉണ്ടായി. ബ്ലൂ കോർണർ നോട്ടീസ് അടക്കം പുറപ്പെടുവിക്കുകയും ചെയ്തു. ഇതിനോടകം തന്നെ 2 ബലാത്സംഗ കേസുകളടക്കം 3 കേസുകൾ പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ ചുമത്തുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് പ്രജ്വലിനെതിരെ പാർട്ടി നടപടിയുണ്ടായി. JDS നിന്ന് പുറത്താക്കുന്ന സാഹചര്യമുണ്ടായി. ഏറ്റവും ഒടുവിൽ HD ദേവഗൌഡയ്ക്ക് തന്നെ പ്രജ്വൽ രേവണ്ണയെ പരസ്യമായി തള്ളിപ്പറയേണ്ടി വന്നു. ക്ഷമ പരീക്ഷിക്കരുത്, തിരിച്ചു വരണമെന്ന് പറയുകയും ചെയ്തു. ഇതിനൊക്കെ ശേഷമാണ് ഏതായാലും പ്രജ്വൽ രേവണ്ണ ഇപ്പോൾ മടങ്ങിയെത്തിയിരിക്കുന്നത്. പുലർച്ചെ 12:46-നാണ് ലുഫ്താൻസ എയർലൈൻസിന്റെ വിമാനത്തിൽ മ്യൂണിക്കിൽ നിന്ന് പ്രജ്വൽ രേവണ്ണ ബാംഗ്ലൂരിൽ എത്തിയത്. ഈ പുറപ്പെട്ട വിവരം, മ്യൂണിക്കിൽ നിന്ന് പുറപ്പെട്ട വിവരം തന്നെ SIT സംഘത്തിന് അറിയാമായിരുന്നു. ഇതേ തുടർന്ന് SIT സംഘം കെമ്പഗൌഡ വിമാനത്താവളത്തിൽ നിലയുറപ്പിക്കുകയും ചെയ്തിരുന്നു. എത്തിയ തുടർന്ന് എമിഗ്രേഷൻ പോയിന്റിൽ വെച്ച് ആദ്യം CSF തടഞ്ഞു. തുടർന്ന് പ്രജ്വൽ രേവണ്ണയെ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുകയായിരുന്നു. അതിനുശേഷമാണ് പാലസ് റോഡിലെ ഓഫീസിൽ പ്രജ്വൽ രേവണ്ണയെ എത്തിച്ചിട്ടുള്ളത്. ഏതായാലും പ്രാഥമിക ചോദ്യം ചെയ്യൽ കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അല്പസമയത്ത് തന്നെ രാകേഷ്, ഈ സൂചിപ്പിക്കുന്ന പോലെ പ്രാഥമികമായ ചോദ്യം ചെയ്യൽ കഴിഞ്ഞാൽ പോലും നിരവധി പരാതികൾ ആണ് ഇപ്പോൾ പ്രജ്വലിന് നേരിടേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ സങ്കീർണമായൊരു നിയമ നടപടികളിലേക്ക് കൂടി കടക്കേണ്ട ഒരു പശ്ചാത്തലമല്ലേ ഉണ്ടാകുന്നത്? അങ്ങനെ തന്നെയാണ് അഭിലാഷ്. കാരണം ഇതിന് പ്രധാനപ്പെട്ട തെളിവ് എന്ന് പറയുന്നത് മൊബൈൽ ഫോണാണ്. കാരണം 3000-ലധികം വീഡിയോകൾ പകർത്തിയ മൊബൈൽ ഫോൺ കണ്ടെടുക്കേണ്ടതുണ്ട്. പക്ഷേ ഇതുവരെ അത്തരമൊരു അല്ലെങ്കിൽ ആ മൊബൈൽ ഫോൺ കൈമാറാൻ പ്രജ്വൽ തയ്യാറായിട്ടില്ല. അത് നശിപ്പിച്ചതായാണ് വിവരം. കാരണം 2 ഫോണുകൾ ഇതിനോടകം തന്നെ അന്വേഷണ സംഘം പ്രജ്വലിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. അതിൽ നിന്ന് ഏതായാലും ദൃശ്യങ്ങളൊന്നും കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതായത് ഈ വീഡിയോകൾ ഉൾപ്പെടുന്ന ഫോണുകൾ ഇതുവരെ അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അത് കേസ് അന്വേഷണത്തെ ഏത് തരത്തിൽ ബാധിക്കും എന്നാണ് അറിയേണ്ടത്. ഏതായാലും ഇന്ന് പ്രജ്വൽ രേവണ്ണയെ കോടതിയിൽ ഹാജരാക്കും. 10 ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള തീരുമാനമാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. മാത്രവുമല്ല, ഹാസനിലെ ഓഫീസ് മുറിയിൽ വെച്ചാണ് പലരെയും പ്രജ്വൽ രേവണ്ണ ഇത്തരത്തിൽ ദൃശ്യങ്ങൾ പകർത്തുകയും പീഡിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. അവിടങ്ങളിലടക്കം കൊണ്ടുപോയി തെളിവെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ 10 ദിവസത്തെ കസ്റ്റഡിയിൽ വേണമെന്നൊരു ആവശ്യമായിരിക്കും അന്വേഷണ സംഘം മുന്നോട്ട് വയ്ക്കുക. അത് അനുവദിക്കാൻ തന്നെയാണ് സാധ്യത. ഒപ്പം പ്രജ്വൽ രേവണ്ണയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കൂടി ഇന്ന് കോടതിയുടെ പരിഗണനയിൽ വരുന്നുണ്ട്. നേരത്തെ ഈ കേസ് അടിയന്തരമായി വാദം കേൾക്കണമെന്നൊരു ആവശ്യം പ്രജ്വൽ കഴിഞ്ഞ ദിവസമൊക്കെ മുന്നോട്ട് വെച്ചിരുന്നെങ്കിലും കോടതി അത് അംഗീകരിച്ചിരുന്നില്ല. അപ്പോൾ ഇന്ന് ആ കേസ് കൂടി കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നുണ്ട്. തീർച്ചയായും പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ നിരവധി ആക്ഷേപങ്ങളാണ് നിലനിൽക്കുന്നത്. പക്ഷേ അതിൽ അന്വേഷണം നടത്തേണ്ടതുണ്ട്. കോടതി പ്രജ്വൽ രേവണ്ണ കുറ്റക്കാരനാണോ എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. എന്നാൽ അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കുറ്റക്കാരനാണ് എന്നാണ് കോടതി കണ്ടെത്തിയിട്ടുള്ളത്.